السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، قال الله سبحانه وتعالى في القرآن المجيد: بسم الله الرحمن الرحيم. ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما. صدق الله العظيم. وقال نبينا محمد صلى الله عليه وسلم: شهر رمضان أوله رحمة وأوسطه مغفرة وآخره عتق من النار. صدق رسول الله. وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع. أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع. يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. واعلموا أمة محمد صلى الله عليه وسلم. റഹമുറാഹിമീനായ അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങൾ, ആദ്യത്തെ 10 നമ്മിൽ നിന്നും വിട പറഞ്ഞു. അല്ലാഹുവേ, ആ 10 ദിവസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി സാക്ഷി നിർത്തണം റഹ്മാനേ. നിന്റെ പ്രവിശാലമായ റഹ്മത്ത് ലഭിച്ച ആ കാരുണ്യം കരഗതമാക്കിയ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. ഇതാ മഗ്ഫിറത്തിന്റെ 10ലേക്കാണ് നാം വന്നു ചേർന്നിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ പരിശുദ്ധമായ റമളാൻ, ആ റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പാപങ്ങളെ കരിച്ചു കളയുക എന്നാണ് എന്ന് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാം. 11 മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അതെല്ലാം ഈ ഒരു മാസം കൊണ്ട് കഴുകി വൃത്തിയാക്കി അല്ലാഹുവിലേക്ക് അടുക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് അല്ലാഹു കനിഞ്ഞേകിയ ഒരു വരദാനമാണ് പരിശുദ്ധമായ റമളാൻ മാസം. ഈ റമളാൻ മാസത്തിനെ സ്വഹാബത്ത് 6 മാസം മുമ്പേ വരവേൽക്കാൻ വേണ്ടി സ്വഹാബത്തുൽ കിറാം തയ്യാറെടുക്കുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. പരിശുദ്ധമായ റമളാനിന്റെ മുന്നോടിയായി ഒരു മനുഷ്യൻ ആ ആഗമനത്തിനോടനുബന്ധിച്ച് ഒരു മനുഷ്യൻ സന്തോഷിച്ചാൽ അല്ലാഹു അവന് സ്വർഗം നിർബന്ധമാക്കി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. സയ്യിദു ശുഹൂർ, മാസങ്ങളുടെ നേതാവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുപാട് ഉസ്താദുമാർ പല വിഷയങ്ങളെ സംബന്ധിച്ചും പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചെല്ലാം വിവരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കേട്ടതനുസരിച്ച് അമൽ ചെയ്ത് ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരഗതമാക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പാപമോചനത്തിന്റെ 10. പാപമോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്തായ ഒരു മഹോന്നതമായ ഒരു ഔദാര്യമാണ്.
പാപങ്ങളെ മുഴുവനും കഴുകിക്കളഞ്ഞ് അള്ളാഹുവിലേക്ക് അടുത്ത് അവന്റെ ഇഷ്ടം, അവന്റെ തൃപ്തി കരസ്ഥമാക്കി നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടുക എന്നുള്ളൊരു ലക്ഷ്യം, അവിടെ വെച്ച് അള്ളാഹുവിന്റെ ലിഖാ പ്രതീക്ഷിക്കുക. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അള്ളാഹു അതിനും വേണ്ടി സംവിധാനിച്ച ചില അമലുകൾ, അതിനും വേണ്ടി സംവിധാനിച്ചതായ ഈ മാസം അള്ളാഹു പരിപൂർണമായ രൂപത്തിൽ നമുക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടം. മഹാപാപം ചെയ്യുന്നവരെ പിടിച്ച് നരകത്തിലിടാൻ റബ്ബിന് കഴിയാഞ്ഞിട്ടൊന്നുമല്ല, മറിച്ച് നമ്മൾ ഏത് നിലക്കാണെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വലിയ ഇഷ്ടമാണ്. മാപ്പ് നൽകുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബത്തി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബത്തി അബ്ദിഹി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഒരു അടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നുള്ളത്. ചെയ്ത പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പാപമോചനം തേടുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും തൃപ്തിയുള്ള കാര്യമാണെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താനാണ് നോക്കുന്നത്, അവന് മാപ്പ് നൽകാനാണ് നോക്കുന്നത്. അല്ലാതെ അവനെ ശിക്ഷിക്കാനോ അവനെ നരകത്തിലിടാനോ അല്ലാഹുവിന്റെ ലക്ഷ്യമല്ല. നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മം എടുത്താലും അതിന്റെ സമ്മാനം മഗ്ഫിറത്താണ്. നമ്മൾ ചെയ്യുന്ന ഏത് നല്ല കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ സമ്മാനം, അതിന്റെ പ്രതിഫലം അത് മഗ്ഫിറത്താണ്, അത് പാപമോചനമാണ്. ചെയ്ത പാപങ്ങൾക്ക് അതൊരു പ്രായശ്ചിത്തമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉദാഹരണമായി നിസ്കാരം. ഒരു മനുഷ്യന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കർമ്മമാണ് നിസ്കാരം. നിസ്കാരത്തെ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയും ഒരു മനുഷ്യനും ഇല്ല. അവന്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ മുൻപിൽ സാഷ്ടാംഗം ചെയ്യണം. 5 വഖ്ത് നിസ്കാരത്തിന് 50 വഖ്തിന്റെ പ്രതിഫലം എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ നിസ്കാരം വേണ്ട രൂപത്തിൽ ഒരുവൻ നിർവഹിച്ചാൽ അതിനുള്ള കൂലി എന്താണ്? സ്വഹാബാ കിറാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലയോ സ്വഹാബത്തെ, നിങ്ങളുടെ വീടിന്റെ അരികത്തുള്ള ഒരു നദി, ആ നദിയിൽ പോയി ദിവസം 5 നേരം നിങ്ങൾ കുളിച്ചാൽ ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ, നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മ്ലേച്ഛതയോ എന്തെങ്കിലും ദുർവാസനയോ ശേഷിക്കുമോ സ്വഹാബത്തെ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുന്നു, ഇല്ല. 5 നേരം നിങ്ങൾ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരഴുക്കും ഉണ്ടാവൂല, ഒരു ചേറും ഉണ്ടാകുകയില്ല. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഫകദാലിക മസലു സ്വലാത്തിൽ ഖംസി യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ. ഇതുപോലെയാണ് 5 വഖ്ത് നിസ്കാരം. 5 വഖ്ത് നിസ്കാരം ഒരു മനുഷ്യൻ നിർവഹിച്ചു കഴിഞ്ഞാൽ അത് കാരണമായി അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു പോകുമെന്ന് സ്വാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 5 വഖ്ത് നിസ്കാരം അതൊരിക്കലും നമുക്ക് ഒഴിവാക്കാൻ ഇടവരാൻ പാടില്ല. ഒരു മനുഷ്യന്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം 5 വഖ്ത് നിസ്കാരം അത് അവന്റെ ബാധ്യതയാണ്, അത് അവൻ നിർവഹിച്ചേ പറ്റൂ. അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, നിസ്കാരം അത് സ്വർഗത്തിന്റെ താക്കോലാണ്. ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത്
അതിന്റെ വാതിൽ തുറക്കാനുള്ള താക്കോലാണ് 5 വഖത്ത് നിസ്കാരം എന്ന് നമുക്ക് കാണാം. അല്ലാഹുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബിന്റെ 27-ൽ മിഅ്റാജിന്റെ രാത്രിയിൽ പോയി അല്ലാഹുമായിട്ട് സംവദിച്ചു. അല്ലാഹുവിനെ കണ്ടു, വേണ്ടുവോളം സംസാരിച്ചു. അവിടുന്ന് കിട്ടിയ സമ്മാനമാണ് പരിശുദ്ധമായ നിസ്കാരം. ആ നിസ്കാരം റസൂലുള്ളാഹിന്റെ ഉമ്മത്തീങ്ങൾക്ക് അല്ലാഹുമായിട്ട് സംവദിക്കാനുള്ള ഒരു മാർഗമാണ്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മിഅ്റാജാണ് നിസ്കാരം എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല. ഏത് തിരക്കാണെങ്കിലും, എന്തു വലിയ തിരക്കാണെങ്കിലും ഒരു വഖത്ത് നിസ്കാരം അടുത്ത വഖത്തിലേക്ക് പിന്തിപ്പിക്കാൻ പാടില്ല, ഖളാ ആക്കാൻ പാടില്ല. നിസ്കാരം ഖളാ ആക്കിയാൽ വലിയ പരീക്ഷണങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കേണ്ടി വരും എന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊന്ന് മനസ്സിലാക്കണം, നിസ്കാരത്തെ സംബന്ധിച്ചാണ് നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി വിചാരണ ചെയ്യുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനോട് ചോദിക്കുന്നത് നിസ്കാരത്തിനെ സംബന്ധിച്ചാണ്. നിസ്കരിച്ചോ? നിസ്കരിക്കാനുള്ള സമയം നീ കണ്ടെത്തിയോ? എത്ര വലിയ തിരക്കാണെങ്കിലും നിസ്കാരം നമുക്ക് ഒഴിവാക്കാൻ പാടില്ല. ഒരു കല്യാണ തിരക്കാണെങ്കിലും, വീട് കയറൽ ചടങ്ങാണെങ്കിലും, എന്തു വലിയ ചടങ്ങുകൾ ഉണ്ടെങ്കിലും, യാത്രക്കാരനാണെങ്കിൽ പോലും നിസ്കാരത്തെ ഒഴിവാക്കാൻ ഒരു വിടുതിയും പരിശുദ്ധമായ ഇസ്ലാം അവൻ അനുവദിക്കുന്നില്ല. ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം അവന് നിസ്കരിക്കൽ വുജൂബാണ്. എത്രത്തോളം ഗൗരവം എന്ന് പറഞ്ഞാൽ, ദാഹിച്ചു വലഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരു താരിഖു സ്വലാത്താണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ, നിസ്കരിക്കാത്ത നിസ്കാരത്തെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാത്ത ഒരു മനുഷ്യൻ ദാഹിച്ചു വലഞ്ഞു കിടക്കുകയാണ്. അതേ സ്ഥാനത്ത് അവന്റെ സമീപത്ത് ദാഹിച്ചു വലഞ്ഞു കിടക്കുന്ന ഒരു നായയും ഉണ്ട്, ഒരു പട്ടിയും ഉണ്ട് എങ്കിൽ ആർക്കു വെള്ളം കൊടുക്കണം എന്നുള്ള മസ്അല പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മളൊന്ന് ചിന്തിക്കണം. താരിഖു സ്വലാത്തിന് വെള്ളം കൊടുക്കല്ല, നായക്ക് വെള്ളം കൊടുത്ത് നായയെ ജീവിതത്തിലേക്ക് രക്ഷിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം. അതാണ് നിസ്കാരത്തിന് ദീനുൽ ഇസ്ലാം കൽപ്പിച്ച ഏറ്റവും വലിയ പവർ. ഒരു മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഒരു അമലാണ് നിസ്കാരം. അത് ദീനിൽ ബില്ലറൂറ അറിയപ്പെട്ട കാര്യമാണ്. ബില്ലറൂറ അറിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആരെല്ലാം എവിടെയെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ അവർക്കെല്ലാവർക്കും അറിയാം ഒരു മുസ്ലിമായ മനുഷ്യന് 5 വഖത്ത് നിസ്കാരം ഉണ്ട് എന്ന്. നമ്മുടെ സഹോദര മതക്കാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, 5 വഖത്ത് നിസ്കാരത്തിന്റെ പേരും അവർ എണ്ണും. സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ. 5 വഖത്ത് നിസ്കാരത്തിന്റെ പേരും അവർക്കറിയാം. നമ്മുടെ പള്ളികളിൽ നിന്നും മിനാരങ്ങളിൽ കൂടി അലയൊലികളിൽ കൂടി തീർക്കുന്ന ആ ഒരു ബാങ്കിന്റെ നാദം കേൾക്കാൻ എത്ര അമുസ്ലിം സഹോദരങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് നിസ്കാരത്തിന് ഒരു രീതിയിലും നമ്മൾ എന്താക്കാൻ പാടില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. അത് അവ്വൽ വഖത്തിൽ തന്നെ നമസ്കരിക്കണം. അത് പിന്തിപ്പിക്കാനും പാടില്ല. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് 5 വഖത്ത് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരത്തിന് കൃത്യമായി തന്നെ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കണം. അത് പിന്നീട് നിസ്കരിക്കാം, ഇപ്പൊ എനിക്ക് സമയമില്ല, ഇപ്പൊ എനിക്ക് ചെറിയ ക്ഷീണമുണ്ട്, ഞാനത് പിന്നീട് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് അതിനെ മാറ്റിവെച്ചാൽ നമ്മുടെ കാര്യങ്ങളും അല്ലാഹു പിന്തിപ്പിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അപ്പോൾ ഈ മഗ്ഫിറത്തിന്റെ 10 വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അമല്, അത് റമളാനാണെങ്കിലും റമളാൻ അല്ലെങ്കിലും നമ്മൾ ജീവിതകാലം മുഴുവനും അനുഷ്ഠിച്ചു പോരേണ്ട ഒരു അമലാണ് 5 വഖ്ത് നിസ്കാരം. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ആ 5 വഖ്ത് നിസ്കാരം നിസ്കരിച്ചാൽ യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ, അത് കാരണമായി അവന്റെ ദോഷങ്ങളെല്ലാം പുറത്തു തരുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നിസ്കരിച്ചാൽ അവന്റെ പാപം പൊറുക്കും. ഇനി നോമ്പ് നോറ്റാലോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിന്റെ തൃപ്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട്, അവന്റെ പ്രതിഫലത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് ഈമാനോടുകൂടെ റമളാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുന്തിപ്പോയ സർവമാന പാപങ്ങളും പൊറുക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നോമ്പ് അതെങ്ങനെയാണ് നാം നോക്കേണ്ടത്? ആ നോമ്പ് നാം എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടത്? നമ്മുടെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ട്. നമ്മുടെ കൈയിന് നോമ്പുണ്ട്, നമ്മുടെ കാലിന് നോമ്പുണ്ട്, നമ്മുടെ കണ്ണിന് നോമ്പുണ്ട്, നമ്മുടെ നാവിന് നോമ്പുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ട്. ആ നോമ്പ് വെറും പട്ടിണി കിടന്നാൽ ലഭിക്കുന്ന പ്രതിഫലം അല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ മാത്രമായ പ്രവർത്തനങ്ങൾ മാത്രം കാഴ്ചവെച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്ന ആ ഒരു പ്രവൃത്തി, അതിനാണ് നോമ്പ് എന്ന് പറയുക. കണ്ണുകൊണ്ട് കാണേണ്ടതേ കാണാവൂ. ഇന്ന് നമ്മുടെ കൈവെള്ളയിൽ ഉണ്ട് ഹറാമുകൾ. നമ്മുടെ ഒരു സ്ക്രീൻ എടുത്ത് തോണ്ടിയാൽ അവിടെ ഹറാമ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, അത് വേണ്ടാത്തതും വേണ്ടുന്നതുമെല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ നോമ്പായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി നമുക്ക് നൽകുന്ന വലിയൊരു പ്രതിഫലം എന്താണ്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ദോഷങ്ങളെല്ലാം അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. ഇതാണ് നോമ്പ്. അപ്പൊ നിസ്കരിച്ചാലും പാപങ്ങൾ മുഴുവനും പൊറുക്കും, നോമ്പനുഷ്ഠിച്ചാലും പാപങ്ങൾ മുഴുവനും പൊറുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം നോമ്പുകാരാണ്. പരിശുദ്ധമായ റമളാനിനെ വരവേറ്റ് ആ റമളാനിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ഈ നോമ്പുകാരനായ അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാവിധ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനേ. അപ്പൊ നോമ്പ് നോറ്റാലും അവന്റെ ദോഷങ്ങൾ പൊറുക്കും എന്ന് സ്വാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്താലും അതിന്റെ എല്ലാം ഫലം, അതിന്റെ എല്ലാം സമ്മാനം എന്താണ്? അല്ലാഹു പുറത്തു തരാം എന്നുള്ളതാണ്. കണ്ടോ, ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ത് തൊട്ടതെല്ലാം പൊന്ന് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? തൊട്ടതെല്ലാം പൊന്ന്, അതാണ് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. അവൻ എന്ത് തൊട്ടാലും അത് ബർക്കത്താ. മുഅ്മിനിന്റെ കാര്യം എത്ര വലിയ അത്ഭുതമാണ് നമുക്ക് ഹദീസിൽ കാണാം. അവൻ എന്ത് ചെയ്താലും ഇബാദത്താണ്, അവൻ എന്ത് ചെയ്താലും പ്രതിഫലമുള്ളതായിരിക്കും. അവന്റെ നിസ്കാരവും അവന്റെ നോമ്പും അവന്റെ വരവും അവന്റെ പോക്കും അവന്റെ സംസാരവും എല്ലാം, അവന്റെ ചലന നിശ്ചലനങ്ങളെല്ലാം നല്ല പ്രതിഫലമുള്ള അമലുകളായിരിക്കും. മുഅ്മിനിന്റെ കാര്യം വലിയ അത്ഭുതമാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിസ്കരിച്ചാലും പാപമോചനമാണ്, നോമ്പ് പിടിച്ചാലും പാപമോചനമാണ്. ഇനി ഹജ്ജിലേക്ക് വരാം. ഹജ്ജ് ചെയ്താലുള്ള കൂലി എന്താണ്? അതിന്റെയും ഫലം പാപമോചനം തന്നെ. മൻ ഹജ്ജ ലില്ലാഹി റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ആരെങ്കിലും ഒരാൾ ഹജ്ജ് ചെയ്താൽ, അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ, അല്ലാഹുവിന് വേണ്ടി ഒരാൾ ഹജ്ജ് ചെയ്താൽ, റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തിലുള്ള ചെറിയ കുട്ടിയെ പോലെ ഒരു പാപവും ഇല്ലാത്ത ഒരു മനുഷ്യനായി തീരും എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഹജ്ജിന്റെ കൂലി. അപ്പം നിസ്കരിച്ചാലും പാപമോചനമാണ്, നോമ്പ് പിടിച്ചാലും പാപമോചനമാണ്, ഹജ്ജ് ചെയ്താലും പാപമോചനമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അതിന്റെ എല്ലാം ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനമായി തരുന്നത് ചെയ്തു പോയ ദോഷങ്ങളെല്ലാം പുറത്തു തരലാണ്. ഇനി സക്കാത്ത് എടുക്കാം. നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങളോ അതും നമ്മുടെ തെറ്റുകളെ പൊറുപ്പിച്ചു കളയും. അസ്സദഖതു തുത്ഫിഉൽ ഖതിആ. സക്കാത്ത് നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മായ്ച്ചു കളയും കേട്ടോ, അതിനെല്ലാം കെടുത്തി കളയും. കമാ യുത്ഫിഉൻ നാറ അൽ മാഉ. വെള്ളം തീനെ കെടുത്തി കളയുന്നത് പോലെ നിങ്ങൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ, നിങ്ങൾ കൊടുക്കുന്നതായ സക്കാത്തിന്റെ മുതലുകൾ, നിങ്ങൾ കൊടുക്കുന്നതായ സ്വതഖ, ഇതെല്ലാം അവന്റെ പാപത്തിനെ കെടുത്തി കളയും എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. പിന്നെ അവന് പാപം ചെയ്യാൻ എപ്പോഴാ അവസരം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് പാപം ചെയ്യാൻ എപ്പോഴാണ് അവസരം? അവൻ വേണ്ട രൂപത്തിൽ അവന്റെ ജീവിതത്തിനെ ക്രമീകരിച്ചാൽ വഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിന്റെ അഹ്ലികാരനായി മാറും. അല്ലാഹു നമ്മളെല്ലാം സ്വർഗ്ഗത്തിന്റെ അഹ്ലികാരായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, തൊടുന്നതെല്ലാം പൊന്ന് എന്ന് പറഞ്ഞാൽ, മുഅ്മിനിന്റെ കാര്യം വലിയ അത്ഭുതമാണ് എന്ന് പറഞ്ഞാൽ, അവൻ ചെയ്യുന്ന ഓരോ അമലുകളും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുള്ളതാണ്. അവൻ ചെയ്യുന്ന ഓരോ അമലുകളും പ്രതിഫലമുള്ളതാണ്. ഇനി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യാറില്ലേ? അല്ലേ? നമ്മൾ മുൻകൈ കഴുകും. വുളൂ ചെയ്യുമ്പോഴും അത് തന്നെയാണ്. വുളൂ ചെയ്യുമ്പോ വുളൂഇന്റെ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴുകി പോകുമ്പോ അതോടുകൂടെ നമ്മുടെ പാപങ്ങളും പോകുന്നു. മുൻകഴുകുമ്പോൾ കൈയുടെ പാപങ്ങൾ പോയി, കുളിക്കുമ്പോൾ വായുടെ പാപങ്ങൾ പോയി, മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും തലയിലടകുമ്പോൾ അതിൻ്റെതും, കാല് കഴുകുമ്പോൾ അതിൻ്റെതും, കൈ മുട്ടൽപ്പെടെ കഴുകുമ്പോൾ അതിൻ്റെതും, അങ്ങനെ വുളൂഇന്റെ വെള്ളം ശരീരത്തിൽ നിന്നും ഒലിച്ചു പോകുമ്പോൾ അതോടുകൂടി ഒരു മനുഷ്യൻ ചെയ്ത പാപങ്ങളെല്ലാം ഒഴുകിപ്പോകും എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏത് നിലയിൽ നാം കൊണ്ട് നടക്കണം? പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നിസ്കരിക്കണം, നമ്മൾ നോമ്പ് പിടിക്കുന്നുണ്ട്, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്, നമ്മൾ ദാനധർമ്മം കൊടുക്കുന്നുണ്ട്, നമ്മൾ വുളൂ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ പാപം പൊറുക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം എന്തേ? പാപമോചനം അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അത് അല്ലാഹു നൽകുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടെ, അത് അല്ലാഹു നൽകുമെന്ന നല്ല പ്രതീക്ഷയോടുകൂടെ നമ്മൾ ഈ അമലെല്ലാം ചെയ്താൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു അവന് പുറത്തു നൽകും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരു സമയവും പാഴാക്കാനില്ല, ഒരു സമയവും നമുക്ക് പാഴാക്കാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണ്. മഹാനായ അലി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സമയം എന്നുള്ളതൊരു വാളാണ്. ആ വാളിനെ നീ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ആ വാള് നിന്നെ മുറിച്ച് കളയും എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. നമുക്ക് മുമ്പിലുള്ള ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണ്. എല്ലാ സമയവും നമുക്ക് അല്ലാഹുലേക്ക് തിരിക്കാൻ നല്ല നിയ്യത്ത് മതിയാകും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോമ്പും നിസ്കാരവും ഹജ്ജും സക്കാത്തും അത് മാത്രമൊന്നുമല്ല ഇബാദത്ത്. വീട് പരിപാലിക്കൽ ഇബാദത്താണ്, മക്കളെ നോക്കൽ ഇബാദത്താണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് അത്താഴം ഉണ്ടാക്കുന്നു, അത് വലിയ ഇബാദത്ത് തന്നെ. മക്കളെ കുളിപ്പിച്ചൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു, അത് ഇബാദത്ത് തന്നെ. വീട് വൃത്തിയാക്കിയിടുന്നു, ഇബാദത്ത് തന്നെ. നമ്മൾ കുളിച്ച് റെഡിയാകുന്നു, ഇബാദത്ത് തന്നെ. നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും ഇബാദത്താകാൻ നല്ല ലക്ഷ്യം വേണം, നല്ല കരുത്തു വേണം. നിയത്ത് നന്നായാൽ നീ എന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന്
നിന്ന് തള്ളിത്തരുമെടോ. നല്ല നീയത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ അനന്തരഫലം നന്മയാണ്, സുഹൃതങ്ങളാണ്. അതാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം. എത്ര അത്ഭുതം! അവൻ എന്ത് ചെയ്താലും പ്രതിഫലമാണ്, അവൻ എന്ത് ചെയ്താലും പ്രതിഫലമാണ്. ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിച്ചാലോ, ഒരു രോഗം വന്നു, ഒരു പനി വന്നു, ഒരു ജലദോഷപ്പനി വന്നു, നമ്മൾ അള്ളാഹിനെ കുറ്റം പറയാൻ പാടില്ല. എത്ര വലിയ വിപത്ത് വന്നാലും അതെല്ലാം സാബിഖായ അള്ളാഹുവിന്റെ ഖളാ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ത്രികാലജ്ഞാനിയാണ്. ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്നത് അള്ളാഹ്ക്കാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അത്യാവശ്യമായിട്ട് എറണാകുളത്തോട്ട് പോവുക, 10:30-ക്കാണ് ബസ് ഉള്ളത്. വീട്ടിൽ നിന്ന് ചടഞ്ഞു പുടഞ്ഞ് എണീച്ച് ബസ് സ്റ്റോപ്പിൽ എത്തിയതും ബസ് അങ്ങോട്ട് പോയി. അപ്പൊ തന്നെ നമ്മൾ എന്താകും? ഓ നാശം, ബസ് പോയി, ഒരു 5 മിനിറ്റും കൂടെ നേരത്തെ വരാനുള്ളതായിരുന്നു. ഒന്ന് സമയത്തിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. സമയം പോയ സമയം നമുക്ക് തിരിച്ചു വരൂല. അപ്പോ നമ്മൾ ഒരു പക്ഷേ പഴിക്കും ഇങ്ങനെ. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഹൈറ് എന്താണെന്ന് നമുക്കറിയില്ല. എന്ത് മുസീബത്ത് വന്നാലും അതിന്റെ പിന്നിൽ ഒരു ഹൈർ ഉണ്ടാകും, അത് നമുക്കറിയില്ല. ആ ബസ് നമുക്ക് ഒരു പക്ഷേ നഷ്ടമായത് അത് നമുക്കുള്ള ഹൈറിന് വേണ്ടിയായിരിക്കാം. കുറച്ചപ്പുറം കഴിയുമ്പോൾ ആ ബസ് ചിലപ്പോൾ ആക്സിഡന്റിൽ പെട്ടാലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ത്രികാലജ്ഞാനിയാണ്. ഭാവിയും ഭൂതവും വർത്തമാനവും അവനാണ് അറിയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖളാഇൽ തൃപ്തിപ്പെട്ട് അതിൽ പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ഈമാനിന്റെ ലക്ഷണം. നമുക്കൊരു മുസീബത്ത് വന്നാൽ, ഒരു ജലദോഷപ്പനി വന്നാൽ, ഒരു സുഖമില്ലായ്മ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം വലിയ കൂലിയാണ്. മാമിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ ഇല്ലാ കഫറല്ലാഹു ബിഹാ അൻഹു ഹത്ത ശൗകത യുശാകുഹാ. ഒരു മുള്ള് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാലിൽ കൊണ്ടാൽ നീ എത്ര വേദനയാണോ അനുഭവിച്ചത് അതനുസരിച്ച് നിന്റെ പാപങ്ങൾ പൊറുക്കും എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ, അവൻ അനുഭവിക്കുന്ന വേദനകൾ, അവൻ അനുഭവിക്കുന്ന യാതനകൾ, അതിനെല്ലാം പാപം പൊറുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം എന്താ? പുറത്തു തരാനാണ് ഇഷ്ടം. എങ്ങനെയെല്ലാം ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ ആ നിലക്കെല്ലാം മനുഷ്യനെ രക്ഷപ്പെടുത്താൻ നോക്കും. ഇതാണ് അല്ലാഹു. എത്ര വലിയ റഹ്മത്തുള്ളവനാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ. ആ റഹ്മത്ത് നമ്മിൽ നിന്നും വിട പറഞ്ഞു. റഹ്മത്തിന്റെ 10 നമ്മിൽ നിന്നും വിട പറഞ്ഞു. എത്ര വലിയ സ്നേഹമാണ് അല്ലാഹുവിനുള്ളത്. കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും പൊറുക്കുന്ന റബ്ബാണ് നിനക്കതു തന്നെയും. നീ എത്ര വലിയ തെറ്റ് നിന്റെ ജീവിത സാഹചര്യത്തിൽ നിനക്കുണ്ടായാലും നല്ല മനസാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിനോട് നീ അത് ഏറ്റു പറഞ്ഞാൽ അത് അള്ളാഹു നിനക്ക് പൊറുത്തു തരുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ? വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ തവ്വാബർ റഹീമാ. നീ ഒരു ദോഷം ചെയ്താൽ, നീ ഒരു അക്രമം ചെയ്താൽ അത് അള്ളാഹുവിനോട് നീ ഇസ്തിഗ്ഫാർ ചെയ്ത് ഏറ്റുപറഞ്ഞാൽ അള്ളാഹു നിനക്കത് പൊറുത്തു തരുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുന്നില്ലേ? അല്ലാഹ് പറയുന്നില്ലേ? അല്ലയോ എന്റെ അടിമകളെ, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ ചോദിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം. പക്ഷേ നമുക്കെവിടെയാണ് സമയം? എപ്പോഴാണ് നമ്മൾ ഒരു 100 ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം എല്ലാ ദിവസവും, ചുരുങ്ങിയതൊരു 100 ഇസ്തിഗ്ഫാർ എങ്കിലും ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ റമളാൻ അതിനൊരു കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു തെറ്റിന്റെ ഒരു ലവലേശം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു തെറ്റിന്റെ കണിക പോലും അഷ്റഫുൽ ഖൽഖിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടുന്ന് പാപസുരക്ഷിതരാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കളവും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, നമുക്ക് കാണാം ഹബീബ്
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും 100 ഇസ്തിഗ്ഫാർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ എത്രയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു വിചിന്തനം നമ്മൾ ഇവിടെ നടത്തണം. എല്ലാ ദിവസവും ഒരു ഇസ്തിഗ്ഫാർ, ഒരു 100 ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾ കൂടിപ്പോയ നിസ്കാര ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 പ്രാവശ്യം ചൊല്ലും. അതിനപ്പുറം നമ്മുടെ ഇസ്തിഗ്ഫാർ ഒന്ന് അല്ലാഹുവിലേക്ക് തിരിഞ്ഞിരുന്ന് നമ്മുടെ ഖൽബെല്ലാം അല്ലാഹുവിലേക്ക് മാറ്റിവെച്ച് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നമ്മൾ പറയാറുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇസ്തിഗ്ഫാറിന്റെ പവർ എത്ര വലുതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ. എല്ലാത്തിനും പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. നിങ്ങൾക്ക് സമ്പത്ത് വേണോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. സന്താനങ്ങൾ നന്നാവണോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ ഒരു സംഭവം നമുക്ക് കാണാം. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു സംഭവം നമുക്ക് കാണാം. എന്താണ്? ഒരു മനുഷ്യൻ അദ്ദേഹം വന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന് ഒരു ആവലാതി പറയുകയാണ്. എന്താണ് ആവലാതി? ഞങ്ങൾക്ക് മഴയില്ല തങ്ങളെ, മഴയില്ലാതെ ഞങ്ങൾ വിഷമിക്കുകയാണ്. ഞങ്ങൾക്ക് മഴയില്ല, മഴയില്ലാതെ ഞങ്ങൾ വിഷമിക്കുകയാണ്. കൃഷിപ്പാടങ്ങളെല്ലാം ഉണങ്ങിപ്പോയി, ജീവജാലങ്ങൾക്ക് വെള്ളം കൊടുക്കാനില്ല, ഞങ്ങൾക്കൊന്നു ദാഹമകറ്റാൻ വെള്ളമില്ല. അതുകൊണ്ട് അങ്ങൊന്നു ദുആ ചെയ്യണം തങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയുമോ? ഇസ്തഗ്ഫിറൂ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു വ്യക്തി വന്ന് പറയുന്നു, അല്ലയോ ഹസനുൽ ബസരി തങ്ങളെ, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതൻ, താബിഈയാണ്, സ്വഹാബത്തിനെ കണ്ട മഹാനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന്റെ മുലപ്പാൽ കുടിച്ച മഹാനാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. താബിഈങ്ങളിൽപ്പെട്ട വലിയ പ്രമുഖൻ, മഹാനവർകൾ വലിയ ആബിദാണ്, എപ്പോഴും അല്ലാഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ആവലാതി വന്ന് ബോധിപ്പിക്കുമ്പോ അതിൽ ഒരു മനുഷ്യൻ വന്നു പറഞ്ഞത്, ഹസനുൽ ബസരി തങ്ങളെ, വല്ലാത്ത ദാരിദ്ര്യമാണ്, വല്ലാത്ത ദാരിദ്ര്യം മൂലം വളരെ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. വേണ്ട രൂപത്തിൽ ഒന്ന് വയറ് നിറയ്ക്കാൻ ഭക്ഷണമില്ല, വേണ്ട രൂപത്തിൽ ഒന്ന് വയറ് നിറയ്ക്കാൻ ഭക്ഷണങ്ങളില്ല. മക്കൾ വളരെ പ്രയാസത്തിലാണ്, കുടുംബങ്ങൾ വളരെ വിഷമത്തിലാണ്. ദാരിദ്ര്യം മാറാൻ അങ്ങ് ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്തഗ്ഫിറൂ, അല്ലാഹുവിന് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണേ. മൂന്നാമതൊരാൾ വരികയാണ്. പിന്നീട് ഒരു ദിവസം ഹസനുൽ ബസരി തങ്ങളോട് പറയുന്നു, തങ്ങളെ, വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളേറെയായി, മക്കളില്ല, ഇതുവരെ സന്താന സൗഭാഗ്യമില്ല. ആഖിറത്തിൽ മുതൽ കൂട്ടാകുന്ന ഒരു സ്വാലിഹായ ഒരു സന്താനം എനിക്ക് വേണം. അങ്ങ് ദുആ ചെയ്യണം, അതിന് പരിഹാരം പറഞ്ഞു തരണം. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അതിനും പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ, അല്ലാഹുവിനോട് പാപമോചനം തേടിക്കോ. നാലാമത്തെ ഒരാൾ വരുന്നു. അദ്ദേഹം മഹാനവറുകളോട് പറയുന്നത് വേറൊരു വിഷയമാണ്. തങ്ങളെ, എന്റെ കൃഷിയിടത്തിൽ ഞാൻ ഒരുപാട് കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളാണ്. പക്ഷേ എന്റെ കൃഷിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആ കൃഷിയിൽ വലിയ ബറക്കത്ത് ലഭിക്കുന്നില്ല. എന്റെ ബിസിനസ് പൊട്ടിപ്പോവുകയാണ്. എന്റെ കച്ചവടം കുറഞ്ഞു പോയി തങ്ങളെ. എന്റെ കൃഷിപ്പാടം ഇല്ലാതായി പോയി തങ്ങളെ. അതിൽ വലിയ നാശം സംഭവിച്ചു പോയി. അതിന് അങ്ങൊരു പരിഹാരം തരണം, അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോടും ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചത് ഇസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട്
നിങ്ങൾ പാപമോചനം തേടൂ, അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ തേടൂ. മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പല ആളുകളും ആ സദസ്സിൽ വന്ന് പല ആവശ്യങ്ങൾ പറഞ്ഞപ്പോഴും പരിഹാരം ഒന്നാണ്. തലവേദന വന്നാലും പനി വന്നാലും ജലദോഷം വന്നാലും നടുവേദന വന്നാലും പാരസെറ്റമോൾ എടുത്ത് കഴിക്കും പോലെ എല്ലാ വിഷയങ്ങൾക്കും എല്ലാ പരാതികൾക്കും ഒരു പരിഹാരം. എന്താണ്? ഇസ്തിഗ്ഫാർ. കണ്ടോ? നമ്മളൊന്നും മനസ്സിലാക്കണം, ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. എപ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലണം. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാവും, അല്ലേ? അപ്പൊ സദസ്സിലുണ്ടായിരുന്ന ഒരാള് ഉടൻ തന്നെ എണീച്ച് ഇന്ന് രഹസ്യമായിട്ട് ഹസൻ അൽ ബസ്രി തങ്ങളോട് ചോദിച്ചു, അല്ല തങ്ങളെ, പല ആളുകളും പല അവലാദികളാണല്ലോ അങ്ങയോട് വന്ന് പറഞ്ഞത്. കുട്ടി നന്നാകാൻ, കുട്ടി ഉണ്ടാകാൻ, ദാരിദ്ര്യം മാറാൻ, മഴ ലഭിക്കാൻ, കൃഷിയിടം നന്നാകാൻ, കച്ചവടത്തിന് ബർക്കത്തുണ്ടാകാൻ എന്നിങ്ങനെ പല ജാതി അഭിലാഷങ്ങളുമായിട്ട് വന്നവർക്കെല്ലാം അങ്ങ് പറഞ്ഞ പരിഹാരം ഇസ്തിഗ്ഫാർ നടത്തുക എന്നാണല്ലോ. എല്ലാവർക്കും ഒരേ മാർഗമല്ലേ അങ്ങ് നിർദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു അവിടെന്ന് പറയുന്നു, ഞാൻ അവർക്ക് പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തത് എന്റെ ആഗ്രഹപ്രകാരം അല്ല, മറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, വയുർസിലുസ് സമാഅ മിദ്റാറാ. അതേ സൂറത്തുൻ നൂഹ് നോക്കിയാൽ നമുക്ക് കാണാം, ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനത്തിനായി നിങ്ങൾ പാപമോചനം ചെയ്താൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അല്ലാഹു സഫലീകരിച്ചു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മഴ വർഷിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അതനുസരിച്ചാണ് ഞാൻ എല്ലാവരോടും ഇസ്തിഗ്ഫാർ ചെല്ലാൻ വേണ്ടി പറഞ്ഞത് എന്ന് മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. കണ്ടോ? അപ്പൊ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അതിന് വലിയ കൂലിയാണ്. ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റിക്കൊണ്ട് നമ്മളും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഒരു 100 ഇസ്തിഗ്ഫാർ അല്ലാഹുവിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് സർവ്വതും മാറ്റിവെച്ച് ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് എല്ലാ ദോഷങ്ങളും പൊറുക്കണം, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കണം, നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറണം, നമുക്ക് വേണ്ടതെല്ലാം കിട്ടണം എന്ന നിയത്തോടു കൂടി അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് റമളാന്റെ 2ാമത്തെ 10ആണ്, മഗ്ഫിറത്തിന്റെ 10ആണ്. 11 മാസക്കാലം നമ്മൾ ഉല്ലസിച്ച് നടന്നു. 11 മാസക്കാലം ചെയ്ത ദോഷങ്ങൾ അത് അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഈ 10 ദിവസം കൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കണം. നിസ്കാരത്തിന്റെ ശേഷം മാത്രം ഒരു 3 ഇസ്തിഗ്ഫാർ ചൊല്ലിയാ പോരാ, എപ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതിന് മാതൃക. ഒരു തെറ്റിന്റെ ഒരു ലവലേശം പോലും ഇല്ലാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഇസ്തിഗ്ഫാർ ദിവസവും ചൊല്ലാറുണ്ട് എന്ന് നമുക്ക് ഹദീസിൽ കാണാം. അപ്പൊ നമ്മൾ എത്ര ചൊല്ലണം? ലക്ഷക്കണക്കിന് ഇസ്തിഗ്ഫാർ ചൊല്ലിയാ മതിയാവോ? അത്രത്തോളം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നില്ലേ? അല്ലാഹു നമ്മുടെ ദോഷങ്ങളെല്ലാം ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ പവിത്രമായ മഗ്ഫിറത്തിന്റെ 10 അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് നമ്മൾ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ മാസം നമ്മിൽ നിന്നും ഓരോ ദിവസങ്ങളും ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദിവസവും ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. അപ്പൊ വേണ്ട രൂപത്തിൽ അവരെ സ്വീകരിക്കുകയും വേണ്ടതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുകയും വേണം.
നല്ല ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യൂല. ആ വരുന്ന സമയം നമ്മൾ മുതലാക്കി അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുക, അവരെ വേണ്ട രൂപത്തിൽ നമ്മൾ പരിഗണിക്കുക. അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക. ഇതാ റമദാൻ ഇന്നലെ തുടങ്ങിയതാ, ഇന്ന് 10 ദിവസം അവസാനിച്ച് ഇന്ന് 11ാമത്തെ നോമ്പാണ്. മഗ്ഫിറത്തിന്റെ 10ലേക്ക് നമ്മൾ കടന്നു. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ നാവും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ നോമ്പനുഷ്ഠിക്കണം. പരിശുദ്ധമായ ഖുർആനിൽ ഈമാനുള്ള ഒരു മുഅ്മിനിനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ഒരു വാചകം കാണാം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങളുടെ കണ്ണും നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകളും നിങ്ങൾ കാതുകൊണ്ട് കേട്ട കേൾവികളും നിങ്ങൾ സംസാരിച്ച നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ ചിന്തിച്ച നിങ്ങളുടെ ചിന്തകളെല്ലാം നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കേവലം പട്ടിണി കിടന്ന് നോമ്പ് നോക്കുന്നവരാകാൻ പാടില്ല. നമ്മുടെ നോമ്പ് നോമ്പായി തീരണം. ആ നോമ്പിനെ സംബന്ധിച്ചാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ സ്വാമ റമളാനൻ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിൽ നിന്നും കൂലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നല്ല വിശ്വാസമുള്ളവനായിട്ട് പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹു അവന്റെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പഠിപ്പിച്ചതിന്റെ അർത്ഥം എന്താണ്? മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മുടെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ട്. ആ അവയവങ്ങളെല്ലാം നമ്മൾ സൂക്ഷിക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, വേണ്ടാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പോകേണ്ടതില്ല. വേണ്ടാത്ത കാര്യം നമ്മൾ പറയാൻ പോകണ്ട. വേണ്ടാത്ത കാര്യം നമ്മൾ കേൾക്കണ്ട. വേണ്ടാത്ത കാര്യം നമ്മൾ കാണണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന കണ്ണ് അത് നല്ലത് കാണാനാണ്, നാവ് അത് നല്ലത് പറയാനാണ്, ഖുർആൻ ഓതാനാണ്, ദിക്ർ ചൊല്ലാനാണ്, സ്വലാത്ത് ചൊല്ലാനാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മൾ സൂക്ഷിക്കണം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നമ്മുടെ ഓരോ കാഴ്ചകളും നമ്മൾ കേട്ട ഓരോ കേൾവിയും നമ്മൾ ചിന്തിച്ച ഓരോ ചിന്തകളും നാളെ മഹ്ശറയിൽ വെച്ച് അല്ലാഹു ചോദിക്കും. അതിലോരോന്നിനും ചോദ്യം ഉണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ അത് ആർക്കാണ് തർക്കിക്കാൻ സാധിക്കുക? ആർക്കാണ് അത് സംശയിക്കാൻ സാധിക്കുക? നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും, അത് നടക്കുക തന്നെ ചെയ്യും. കാരണം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതാണ്, നമ്മുടെ കണ്ണ് സൂക്ഷിക്കണം, നമ്മുടെ കാത് സൂക്ഷിക്കണം, നമ്മുടെ കൈകൾ സൂക്ഷിക്കണം, നമ്മുടെ അവയവങ്ങളെല്ലാം സൂക്ഷിക്കണം. മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം എനിക്ക് ഓർമ്മ വരികയാണ്. മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കാന യഖ്ദിമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുത്ത, റസൂലുള്ളാഹിക്ക് സേവനം ചെയ്തു കൊടുത്ത വലിയ ഒരു സ്വഹാബി പ്രമുഖനാണ് മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വളരെയേറെ സ്നേഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആവശ്യങ്ങൾ അതെല്ലാം അതാത് സമയം ചെയ്തു കൊടുക്കുകയും ചെയ്ത വലിയ മഹാൻ. ആ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു വിളിച്ചിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചു. ഒരു സ്ഥലം വരെ നിങ്ങൾ പോകണം, ഇന്ന ആവശ്യം നിങ്ങൾ ചെയ്യണം. റസൂലുള്ള പറഞ്ഞേക്കുകയാണ്. മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പോകുന്ന വഴിയിൽ അൻസ്വാരികളിൽപ്പെട്ട തന്റെ കൂട്ടുകാരന്റെ വീടിന്റെ മുൻവശത്തു കൂടിയാണ് പോകുന്നത്. അൻസ്വാരികളിൽപ്പെട്ട
തന്റെ കൂട്ടുകാരന്റെ വീടിന്റെ മുൻവശത്തു കൂടി പോയപ്പോൾ വീടിന്റെ വാതില് തുറന്നിട്ടിരിക്കുകയാണ്. കൂട്ടുകാരന്റെ വീടല്ലേ, അല്പം ഒന്ന് വാതിലിന്റെ തുറന്നിട്ട വാതിലിന്റെ ഉള്ളിൽ കൂടി മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഒന്ന് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ് ഫറഅംറഅത്തൽ അൻസാരി തഗ്തസിലു, ആ അൻസാരി സ്വഹാബിയുടെ ഭാര്യ കുളിക്കുന്ന രംഗം അറിയാതെ കണ്ണിൽ തൊട്ടുപോയി. സുബ്ഹാനല്ലാഹ്, അറിയാതെയാണ്. മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വല്ലാതെ പേടിച്ചു. ഫഖാഫ അൻ യൻസിലൽ വഹ്യു അലാ റസൂലില്ലാഹ്, അല്ലാഹുവേ ഞാൻ എത്ര വലിയ തെറ്റാണിപ്പോൾ കണ്ടത്. ഞാൻ ഈ കണ്ട കാഴ്ച റസൂലുള്ളാഹിക്ക് വഹി മുഖേന അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ടാകുമോ? കാരണം റസൂലുള്ളാഹിക്ക് സേവനം ചെയ്യുന്ന സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാളുടെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട്. റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദൃശ്യം അറിയാം. ഇത് മനസ്സിലാക്കിയ സ്വഹാബി അവിടുന്ന് പേടിച്ചു പോയി. അല്ലാഹ്, ഞാൻ കണ്ടത് എത്ര വലിയ തെറ്റാണ്. ഞാൻ ഈ തെറ്റ് കണ്ടത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങുമോ? ഞാൻ തെറ്റ് ചെയ്തവനാണെന്ന് റസൂലുള്ളാഹ് അറിയുമോ എന്നുള്ള പേടി മഹാനവറുകളെ വല്ലാതെ വ്യാകുലപ്പെടുത്തി, വല്ലാതെ തളർത്തി കളഞ്ഞു. ഫാതാ ജിബാലം ബൈന മക്കത്ത വൽ മദീന, ഉടൻ തന്നെ മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയി. റസൂലുള്ളാഹി ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ച സ്വഹാബിയ, നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ പോകുന്ന വഴിയിൽ അറിയാതെ ഒരു ഹറാമ് കണ്ടുപോയി. അതിൽ വല്ലാതെ പേടിച്ച് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പോയി. സുബ്ഹാനല്ലാഹ്, സഅലബയെ കാണുന്നില്ല. എത്ര സമയം കഴിഞ്ഞിട്ടും സഅലബയെ കണ്ടില്ല. അന്വേഷണം തുടങ്ങി. നബി തങ്ങൾക്ക് സങ്കടമായി. അത് സ്വാഭാവികമാണ്. നമ്മൾ ഒരാളെ പറഞ്ഞു വിട്ട് അയാളെ കണ്ടിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ ബേജാറാണ്. റസൂലുള്ളാഹിക്ക് വലിയ വിഷമമായി. റസൂലുള്ളാഹിക്ക് വിഷമമായാൽ അള്ളാഹ്ക്ക് വിഷമാവൂലേ? ഉടൻ തന്നെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. നസലൽ അമീനു മുഖറബുൽ അംലാകു മലക്കു ജിബ്രായീൽ അലൈഹിസ്സലാം, മുർസലീങ്ങൾക്ക് വഹി അറിയിച്ചു കൊടുക്കുന്ന ചുമതലയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് സലാമുൻ അലൈക മിനല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരേ, അല്ലാഹു അങ്ങയ്ക്കൊരു സലാം പറഞ്ഞിട്ടുണ്ടേ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ അങ്ങ് വിഷമിക്കേണ്ടതില്ല. ഇന്നൽ ഹാരിബ മിൻ ഉമ്മത്തിക ബൈന ഹാദിഹിൽ ജിബാൽ, അങ്ങ് പറഞ്ഞു വിട്ട സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അതാ ഈ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഉണ്ട് എന്നുള്ള വിവരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ അറിയിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അറിയിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ യതഅവ്വദു ബി മിനന്നാർ, അല്ലാഹുവിനെ കൊണ്ട് അവൻ നരകത്തിനെ കാവലിനെ ചോദിക്കുകയാണ്. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന്റെ കാര്യത്താൽ ആ മഹാനുഭാവൻ പേടിച്ചിട്ട് മലയുടെ മുകളിൽ ചെന്ന് ആരാരും വരാത്ത ഏകാന്തമായി നിന്നുകൊണ്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു. ഈ വിവരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചു. കൂടെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉണ്ട്. അവർ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തേടി ഇപ്പോൾ തന്നെ പുറപ്പെടണം. മലയുടെ മുകളിൽ ഉണ്ട് എന്നുള്ള വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏത് മല എന്ന് പറഞ്ഞില്ല. മക്കയുടെയും മദീനയുടെ ഇടയിൽ ഒരുപാട് മലകളുണ്ട്. ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോയവർക്കറിയാം. സൗദി അറേബ്യ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു നാടാണല്ലോ. ഏത് മലയാണെന്ന് പറഞ്ഞില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും അടുത്ത് വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മലയുടെ മുകളിൽ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട് എന്നുള്ള വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ അദ്ദേഹത്തിനെ അന്വേഷിച്ച് നിങ്ങൾ പുറപ്പെടണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി തങ്ങളും പുറപ്പെടുകയാണ്. കാണുന്ന വ്യക്തികളോടെല്ലാം ചോദിക്കും. അവരെല്ലാം പറയും, അറിയില്ല, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങൾ പറഞ്ഞ അടയാളങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് ലഅല്ലക തുരീദുൽ ഹാരിബ മിൻ ജഹന്നം, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കുന്ന ഒരു വ്യക്തിയെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് കേട്ടപാട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ, ഇയ്യാഹു നുരീദു, അദ്ദേഹത്തിനെ തന്നെയാണ് നമ്മൾ തിരക്കി വന്നത്. നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കുന്ന ആ മനുഷ്യനെ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടതും. രാത്രിയാകുമ്പോൾ മലയിടുക്കുകളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് ഇരു കരങ്ങളും ശിരസിൽ വെച്ച് അള്ളാഹുവിനോട് വെമ്പൽ കൊണ്ട് കണ്ണുനീർ ചാലിട്ടൊഴുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടി നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് അറിയാം. ആ അപരിചിതനായ വ്യക്തി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും കൂടെ ഉണ്ടാകുന്ന സൽമാനുൽ ഫാരിസി തങ്ങളോടും പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, അതെ, അദ്ദേഹത്തെ തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അദ്ദേഹത്തിനെ അന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ അന്നത്തെ രാത്രി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും സൽമാനുൽ ഫാരിസിയും ഈ അപരിചിതന്റെ കൂടെ തങ്ങി. അന്നത്തെ രാത്രി ആയപ്പോൾ മലയുടെ താഴ്ഭാഗത്ത് തന്നെ അവർ നിൽക്കുകയാണ്. അന്നത്തെ രാത്രിയിൽ മലയുടെ താഴ്ഭാഗത്ത് അവർ മൂന്ന് പേര് നിൽക്കുകയാണ്. പാതിരാത്രിയായി, അർദ്ധരാത്രിയായപ്പോൾ എങ്ങും നിശബ്ദതയാണ്. എല്ലാവരും ഉറങ്ങുന്ന സമയം. അതാ ഒരു ശബ്ദം കേൾക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ, ചെയ്തു പോയ ദോഷം പൊറുക്കണേ, നരകത്തെ തൊട്ട് കാവല് നൽകണേ. ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹും പോവുകയാണ്. പൂനിലാവ് പൊഴിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ വെളിച്ചത്തിൽ ആളെ തിരിച്ചറിഞ്ഞു. അന്ന് വെളിച്ചമൊന്നുമില്ലല്ലോ, എങ്ങും ഇരുട്ടല്ലേ, ആകെ കൂടി ചന്ദ്രന്റെ വെളിച്ചം ഉണ്ടാവും. ആ പൂനിലാവ് പാല് പോലെ പൊഴിച്ചു നിൽക്കുന്നതായ ആ ചന്ദ്രന്റെ വെളിച്ചത്തിൽ ആളെ തിരിച്ചറിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപാടെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അണച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, അൽ അമാൻ അൽ അമാൻ അൽ ഖലാസ് മിനൻ നീറാൻ, ഭയപ്പെടണ്ട, അല്ലാഹു നിനക്ക് നരകത്തിൽ നിന്നും മോചനം നൽകും. നിനക്ക് കുഴപ്പമില്ല, നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരും. അന ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് ആണ്. ഇരുട്ടായതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചറിയില്ലായിരിക്കും. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ഉമറാണ്, സഅലബ, ഞാൻ ഉമറാണ്, നീ ഇങ്ങനെ ബേജാറാവണ്ട, റസൂലുള്ളാഹി നിന്നെ അന്വേഷിക്കുന്നുണ്ട്, നമുക്ക് പോകാം.
ഉമറാണെന്ന് കേട്ട ഉടൻ തന്നെ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുന്നു, ഹൽ അലിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദംബി, ഞാൻ പാപം ചെയ്തത് റസൂലുള്ള അറിഞ്ഞോ? കണ്ടോ അല്ലാഹ്, അവിടുന്ന് ചോദിച്ച ചോദ്യം, ഞാൻ ചെയ്ത തെറ്റ് റസൂലുള്ള അറിഞ്ഞോ? ഞാൻ തെറ്റ് ചെയ്തവനാണ്, ആ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വരാൻ എനിക്ക് ധൈര്യമില്ല. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലാ ഇൽമ ലി, അതിനെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയില്ല. നീ തെറ്റ് ചെയ്തോ, നിന്റെ തെറ്റ് റസൂലുള്ളാഹി അറിഞ്ഞോ? അതൊന്നും എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും നിന്നെ ഓർത്ത് കരയാറുണ്ട്, അതെനിക്കറിയാം. ലാ ഇൽമ ലി ഇല്ലാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറക ബിൽ അംസി ഫബകാഹ റസൂലുള്ളാഹ്. ഇത്ര വലിയ സ്നേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. നിന്റെ തെറ്റ് റസൂലുള്ളാഹി അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊന്നറിയാം, ഇന്നലെയും കൂടി നിന്റെ കാര്യം റസൂലുള്ളാഹി പറഞ്ഞിട്ട് അവിടെ നിന്ന് കരയുകയാണ് സഅലബ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പം നീ റസൂലുള്ളാഹിനെ കാണാൻ വരണം. മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നേരിട്ട് കാണാനുള്ള ശക്തി എനിക്കില്ല, നേരിട്ട് കാണാനുള്ള ധൈര്യം എനിക്കില്ല. നിങ്ങൾ പോയിക്കൊള്ളുക, നാളെ നിസ്കാരത്തിന്റെ പിന്നിൽ ഞാൻ വന്നു കൂടിക്കൊള്ളാം. നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രിയാണല്ലോ. അങ്ങനെ സൽമാൻ അൽ ഫാരിസി ഉമർ തങ്ങളും പോയി റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കാരത്തിൽ കൂടി. നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുക, യാ ഉമർ വയാ സൽമാൻ, ഉമറേ സൽമാനെ, അയിന സഅലബ, സഅലബ എവിടെ? നിങ്ങളെ സഅലബയെ അന്വേഷിക്കാനല്ലേ പറഞ്ഞു വിട്ടത്, സഅലബയെ കാണുന്നില്ലല്ലോ, സഅലബ എവിടെ? ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, ഹുവ ദാ യാ റസൂലല്ലാഹ്, ദേ അവിടെ ഉണ്ട് നബിയേ, സഅലബ ദോ അവിടെ ഉണ്ട് നബിയേ. ഫഖാമ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. കുറെ ദിവസമായില്ലേ സഅലബയെ കാണാഞ്ഞിട്ട്. റസൂലുള്ളാഹി നിസ്കാരത്തിനും ദുആ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട്, യാ സഅലബ, ഓ സഅലബ, മാ ഗയ്യബക അന്നി, എന്താ ഇത്രയും ദിവസം എന്നിൽ നിന്ന് നീ മാറി നിന്നത്? റസൂലുള്ളാഹി ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ദംബി യാ റസൂലല്ലാഹ്, ഞാനൊരു തെറ്റ് ചെയ്തു പോയി നബിയേ. ആ തെറ്റ് ചെയ്തതോടുകൂടെ അങ്ങയുടെ മുമ്പിൽ വരാൻ എനിക്ക് ധൈര്യമില്ല നബിയേ. അങ്ങ് അല്ലാഹുവിന്റെ ദൂതനല്ലേ, റഹ്മത്തുൽ ലിൽ ആലമീനല്ലേ. ഞാൻ തെറ്റ് ചെയ്തത് ഒരു പക്ഷേ അങ്ങ് അറിഞ്ഞിട്ടുണ്ടാകാം, അതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ വരാൻ എനിക്ക് ധൈര്യമില്ല, അതുകൊണ്ട് ഞാൻ വരാത്തതാണ് നബിയേ. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, അഫലാ അദുല്ലുക അലാ ആയ, സഅലബ നിനക്കൊരു ആയത്ത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലയോ? തുകഫിറുദ്ദുനൂബ വൽ ഖതായാ, നിന്റെ പാപങ്ങളെന്നല്ല, ആര് എന്തു പാപം ചെയ്താലും എന്തു ദോഷം ചെയ്താലും അതെല്ലാം പൊറുപ്പിക്കുന്ന, അതെല്ലാം പ്രായശ്ചിത്തമേകുന്ന ഒരു ആയത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നില്ലയോ? ആ ആയത്ത് ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു പറയുന്നു, നഅം യാ റസൂലല്ലാഹ്, അങ്ങനെക്ക് പഠിപ്പിച്ചു തന്ന ആയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഏതാണ് ആയത്ത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുള്ള ഒരു ആയത്താണ് അത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളും എപ്പോഴും ദുആ ചെയ്യണം. ചെറിയ ആയത്താണെങ്കിലും അതിന്റെ അർത്ഥം വളരെ വിശാലമാണ്. ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം, നന്മ നൽകണം, ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം എന്ന് പറഞ്ഞാൽ, ദുനിയാവിലെ ഹസനത്ത് കിട്ടിയാൽ അവന് അത് മതി, ആഖിറത്തിൽ ഹസനത്ത് കിട്ടിയാൽ അവൻ വലിയ വിജയിയായി തീർന്നു. ഈ ആയത്ത് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നിട്ടാണോ നീ എന്നിൽ നിന്നും മാറി നിന്നതെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ദംബി അഅ്ളമു, എന്റെ പാപം ചെറുതല്ല നബിയേ, വലിയ പാപമാണ് ഞാൻ ചെയ്തത്. കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച ഞാൻ കണ്ടുപോയി.
ഈ ആധുനിക യുഗത്തിൽ, ഈ മോഡേൺ വേൾഡിൽ ജീവിക്കുന്ന യുവതി യുവാക്കന്മാരോട് പറയാനുള്ളത്, ഇതൊരു കെട്ടുകഥയല്ല. റസൂലുള്ളാന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ, റസൂലുള്ളാന്റെ കലാലയത്തിൽ ഓതിപ്പടിച്ച ഒരു സഹാബി വര്യന്റെ ചരിത്രമാണ്. ഒരു ഹറാമ് കണ്ടുപോയതിന്റെ പേരിൽ എത്രയാണ് അവിടെ നിന്ന് വിഷമിക്കുന്നത്. നമ്മൾ കാണുന്ന ഹറാമുകൾ കറുതിയുണ്ടോ? നമ്മുടെ കൈവെള്ളയിലുള്ള സ്ക്രീനിൽ എന്തെല്ലാമാണ് നാം കാണുന്നത്? അല്ലാഹുവേ, നമ്മുടെ ദോഷങ്ങളെല്ലാം അല്ലാഹുവിന്റെ പ്രവിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു നൽകണേ നാഥാ. മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കൊച്ചുകുട്ടിയെ പോലെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ട് പറയുന്നു, റബ്ബി അഅ്ലമു, എന്റെ പാപം വലുതാണ് നബിയേ. അപ്പോഴും റസൂലുള്ളാഹി പറയുന്നു, ബൽ കലാമുല്ലാഹി അഅ്ലമു, അതല്ല, അല്ലാഹുവിന്റെ കലാമാണ് വലുത്. നിന്റെ പാപത്തിനെ കവച്ചു വെക്കാൻ മാത്രം കെൽപ്പുള്ള ആയത്താണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എത്രയോ ദിവസമായി മഹാനവറുകൾ റസൂലുള്ളാഹിയിൽ നിന്നും മാറി നിന്നു. സുബഹി നിസ്കാരത്തിൽ റസൂലുള്ളാഹിനെ കണ്ടു, വിശേഷങ്ങൾ പങ്കിട്ടു. സഅലബ റളിയല്ലാഹു അൻഹു ആകെ ക്ഷീണിതനാണ്. കാരണം ചെറിയൊരു തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്. എത്ര വലിയ ഈമാനാണ് റബ്ബേ. അങ്ങനെ സഅലബ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. തൽക്കാലം റസൂലുള്ളാഹി പറഞ്ഞു, കുറച്ച് വീട്ടിൽ പോയി വിശ്രമിക്ക്. അങ്ങനെ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് മടങ്ങി. മഹാനവറുകൾക്ക് രോഗമായി പോയി. കൽബിന് ബേജാറായി കഴിഞ്ഞാൽ രോഗം ഉണ്ടാവും. മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ ഒരു റാഹത്തും ഉണ്ടാവൂല, ഭയങ്കര ബേജാറായിരിക്കും. അങ്ങനെ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വലിയ രോഗമായി പോയി. 8ാമത്തെ ദിവസം സൽമാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറയാ, നബിയേ, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നില അല്പം ഗുരുതരമാണ് നബിയേ, നമുക്കൊന്ന് അവിടം വരെ ഒന്ന് പോകാം റസൂലേ എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുറച്ച് അനുയായികളും കൂടി സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് മഹാനവറുകളെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അത് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ സ്വഭാവമാണ്. ഒരാൾ രോഗമായി കിടന്നാൽ സന്ദർശിക്കുക. ദുനിയാവിലുള്ള സ്വർഗത്തിൽപ്പെട്ട ഒരു സ്വർഗമാണത്. ഒരു രോഗിയുടെ അടുത്ത് ഒരാൾ ചെന്നിരുന്നാൽ അവൻ സ്വർഗത്തിലാണെന്ന്. ദുനിയാവിൽ കുറെ സ്വർഗം അള്ളാഹിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒരു സ്വർഗം ഇൽമിന്റെ മജ്ലിസ, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസ് അത് സ്വർഗത്തിന്റെ ഒരു പൂന്തോപ്പാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. പിന്നൊരു സ്വർഗം മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. കണ്ട, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം മദീനത്ത്, അത് റൗളയിൽപ്പെട്ടതാണ്. അതൊരു റൗളയാണ്, സ്വർഗമാണ്. പിന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു സ്വർഗം രോഗിയുടെ അടുത്തിരിക്കുമ്പോഴാ. നമുക്ക് നമ്മുടെ രോഗികൾ, ബന്ധുക്കൾ ഉണ്ടാകും, നമ്മുടെ കൂട്ടുകാരന്മാരുണ്ടാകും. അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും അയൽവാസികൾ, അവരൊക്കെ പോയി നമ്മൾ സന്ദർശിക്കണം. വലിയ കൂലിയാണ്. രോഗിയുടെ അടുത്ത് പോയി ദുആ ചെയ്ത് കഴിഞ്ഞാൽ ദുആയ്ക്ക് ഉത്തരം ഉണ്ടാകുന്ന. രോഗിയുടെ അടുത്ത് ഒരു മനുഷ്യൻ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ ആണ് ഇരിക്കുന്നത് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത്. അപ്പൊ ഒരാൾക്ക് അസുഖമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ പോയി നമ്മൾ സന്ദർശിക്കണം. അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കണം. ചില പൈസയൊന്നും ഉണ്ടാവില്ല ചില സാധുക്കൾക്ക്. അവർക്ക് വേണ്ട സഹായം, നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്ക് ദുആ ചെയ്തു കൊടുക്കണം. ഒരു ഫാത്തിഹ ഓതി മന്ത്രിച്ചു കൊടുക്കണം. എന്നിട്ട് അവർക്കൊന്ന് സമാധാനിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ അവർക്ക് വലിയ മുതൽക്കൂട്ടാണ്, വലിയ പ്രതിഫലമാണ്. ഇതിനെല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും ഇതിന് വലിയ പ്രതിഫലം ഉണ്ട്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലോട്ട് വന്നു. എന്നിട്ടോ കിടക്കുന്ന സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് പിടിച്ച് റസൂലുള്ളാഹിന്റെ മടിയിൽ വെച്ചു. അല്ലാഹ്, പെട്ടെന്ന് തന്നെ സഅലബ റളിയല്ലാഹു അൻഹു തല വലിച്ചു കളഞ്ഞു. റസൂൽ ചോദിച്ചു, ലിമ, എന്തു പറ്റി നിനക്ക്? എന്താ തല വലിച്ചു കളഞ്ഞത്? അപ്പൊ പറയാ, ഇന്നി മിനദ്ദുനൂബി മലആനു യാ റസൂലല്ലാഹ്. അല്ലയോ നബിയേ,
എന്റെ ശരീരം മുഴുവനും പാപത്താൽ നിറഞ്ഞതാണ്. ഈ പാപിയായ എന്റെ ശരീരം അങ്ങയുടെ ശരീരത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ തലവലിച്ചതാണ് നബിയെ എന്ന് സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമമായി. റസൂലുള്ളാഹി ചോദിക്കുന്നു, ഫമാ തസ്തഹി യാ സഅലബ, നിനക്കെന്താണ് ആവശ്യം, എന്താണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവിടെന്ന് പറയുന്നു, മഗ്ഫിറത്തു റബ്ബി, എന്റെ റബ്ബിന്റെ മഗ്ഫിറത്ത് എനിക്ക് വേണം നബിയേ, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നു എന്നുള്ള വാർത്ത എനിക്കറിയണം നബിയേ. ഫനസലൽ അമീനു മലക്കുൽ അമീൻ മുഖറബുൽ അംലാകു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, അബ്ശിർഹു യാ റസൂലല്ലാഹ് ബിൽ മഗ്ഫിറ, അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുത്തു എന്നുള്ള വാർത്ത, സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണമേ നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു. ഇത് കേട്ടപ്പോൾ നബിക്ക് വലിയ സന്തോഷമായി. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സഅലബ, നീ ഒന്നുകൊണ്ടും ബേജാറാകണ്ട, നിനക്ക് അല്ലാഹു പുറത്തു തന്നു എന്നുള്ള സന്തോഷ വാർത്ത ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ മഹാനവറുകൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഫസാഹ സ്വൈഹതൻ വമാത, അപ്പോൾ തന്നെ അട്ടഹസിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ മരണപ്പെടുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹാനവറുകളെ കുളിപ്പിച്ചു, കഫം ചെയ്തു, നിസ്കരിച്ചു, മറമാടാൻ വേണ്ടി അതാ സ്വഹാബത്ത് സന്തൂഖിൽ ജനാസയുമായിട്ട് മുൻ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തം പല സ്വഹാബത്തും ശ്രദ്ധിച്ചു. കാരണം റസൂലുള്ളാഹി നടന്നത് യംശി അലാ അത്റാഫി അനാമുലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ കാൽപാദം നിലത്ത് പരിപൂർണമായി കുത്താതെ വിരൽ കുത്തിയാണ് അവിടുന്ന് നടന്നത്. ഇത് കണ്ട സ്വഹാബത്ത് ചോദിച്ചു, നബിയേ എന്തു പറ്റി നബിയേ, അങ്ങ് വിരൽ കുത്തിയിട്ടാണല്ലോ ഭൂമിയിൽ കൂടി നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയാ, എന്നെ നബിയായി നിയോഗിച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ ഖദർതു അൻ അലാ റിജ്ലി അലൽ അർള്, ഈ ഭൂമിയിൽ എൻ്റെ കാൽപാദം പരിപൂർണമായി നിലത്തു കുത്താൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം എന്തേ, മിൻ കസറത്തി അജ്നിഹതി മൻ നസല മിനൽ മലായിക, ആകാശലോകത്തു നിന്നും സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയെ വരവേൽക്കാൻ, ജനാസയെ സ്വീകരിക്കാൻ മലക്കുകളെ കൊണ്ട് ഈ ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. അതെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിരലിൽ കുത്തി നടന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുമ്പോ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എത്ര തെറ്റുകളാണ് ദിനേന ചെയ്തു പോകുന്നത്, നമ്മൾ എത്ര തെറ്റാണ് അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നത്. വലുതും ചെറുതുമായ എത്രയോ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നു. എന്നിട്ടൊരു 100 ഇസ്തിഗ്ഫാർ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ എത്ര വിഷമിച്ചു ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ. കാരണം എന്തേ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, നിങ്ങൾ കണ്ട കാഴ്ചകളും നിങ്ങൾ കേട്ട കേൾവിയും നിങ്ങൾ ചിന്തിച്ച ചിന്തകളും നിങ്ങൾ പറഞ്ഞ വാക്കുകളും എല്ലാം അല്ലാഹു
നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളോട് ഉണർത്തി തന്നു. നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കണം. നമ്മുടെ ജീവിതം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ ജീവിതം തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആണ്ടിന്റെ ദിവസമായിരുന്നു അല്ലേ? ആ ഖദീജ ബീവിക്ക് അല്ലാഹു കൊടുത്ത സ്ഥാനം എത്ര വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ ഭാര്യയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്ന സമയത്ത് വേറൊരു കല്യാണം റസൂലുള്ളാഹി കഴിച്ചിട്ടില്ല. 25 വർഷത്തോളം ഖദീജ ബീവിയോടൊപ്പം റസൂലുള്ളാഹി വസിച്ചു. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം എത്ര സുരക്ഷിതമായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ത്വാഹിറ, പരിശുദ്ധ എന്നാണ് വിളിച്ചിരുന്നത്. ഇത്രയധികം സൂക്ഷ്മത ചെലുത്തിയ വലിയ മഹത്തുക്കൾ, അവരുടെ ജീവിത ചരിത്രം നമ്മൾ പറഞ്ഞതും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തുക്കളുടെ എല്ലാം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി നൽകണം റഹ്മാനേ. പരിശുദ്ധമായ റമളാൻ മാസം ഞങ്ങളിൽ നിന്നും ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞുകൊണ്ട് അല്ലാഹ് പടച്ചവനെ, ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി സാക്ഷി നിർത്തണം റഹ്മാനേ. റമളാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റമളാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ, റഹ്മത്തിന്റെ 10 ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയി. റഹ്മത്ത് കിട്ടിയവരുടെ യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളുടെ സ്ഥാപനത്തിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനേ. അല്ലാഹുവേ, വാദിന്റെ മജ്ലിസിൽ വന്നിരിക്കുന്ന ഉമ്മമാരെ നീ സ്വീകരിക്കണം റഹ്മാനേ. അവരുടെ ദോഷങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി നൽകണം റഹ്മാനേ. കേട്ടതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നീ നസീബാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.